നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 9 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ കഷ്ടതകളോ അനുഭവപ്പെടാൻ ഇടയുള്ള ദിവസമാണിത്. തൊഴിൽ മേഖലയിൽ സ്ഥാനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. അതേസമയം ചിലർക്ക് ജോലിയിൽ സ്ഥാനമാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ സാഹചര്യം ഒരുങ്ങും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്യാൻ സാധിക്കും. കടമയായി നൽകിയ പണം പലിശ സഹിതം തിരികെ ലഭിക്കാൻ ഇടയുണ്ട്. പരോപകാര പ്രവൃത്തികളിൽ താൽപര്യം വർദ്ധിക്കും. ഭാഗ്യപരീക്ഷണങ്ങൾ വഴി അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിവാഹഭാഗ്യവും ദാമ്പത്യവും വഴിയുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. നിഗൂഢ ശാസ്ത്രങ്ങളിൽ അറിവും താൽപര്യവും വർദ്ധിക്കും. പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാൻ അവസരം ഉണ്ടാകും. സങ്കീർണമായ പ്രശ്നങ്ങൾ കൗശലത്തോടെ പരിഹരിക്കുന്നത് വഴി മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചെറിയ കുറവുകൾ വരാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുന്നത് പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കും. പിതാവുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മതാചാരങ്ങളിലും വിശ്വാസങ്ങളിലും പുതിയ താൽപര്യങ്ങൾ ഉടലെടുക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യക്കുറവ് സംഭവിക്കാൻ ഇടയുള്ളതിനാൽ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. അധ്യാപകർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയമാണിത്. വീട്ടിലെ മംഗളകർമ്മങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. സാമ്പത്തിക ക്ലേശങ്ങൾക്കും ദാമ്പത്യപരമായ വിഷമങ്ങൾക്കും സാധ്യത കാണുന്നു. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വളരെ കാലമായി പിണക്കത്തിലായിരുന്ന ദമ്പതികൾ ഒന്നിച്ചു താമസിക്കാൻ തീരുമാനമെടുക്കും. കലാകാരന്മാർക്ക് പുതിയ മികച്ച അവസരങ്ങൾ തേടിയെത്തുകയും അവയിൽ വിജയിക്കുകയും ചെയ്യും. ശരീര ചൈതന്യവും ആരോഗ്യവും വർദ്ധിക്കുന്നതിനൊപ്പം കീർത്തിയും തേടിയെത്തും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അപവാദങ്ങൾക്കും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. തെറ്റിദ്ധാരണകൾ മൂലം മനസ്സിന് വിഷമമുണ്ടാകും. കുടുംബത്തിൽ പരേതരായവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അനാവശ്യ ബന്ധങ്ങളിൽ താൽപര്യം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മാതാവിൽ നിന്ന് വലിയ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ദിവസമാണിത്. കൃഷിയിൽ നിന്ന് മികച്ച ആദായം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ അഭിവൃദ്ധിയും ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധവും നിലനിൽക്കും. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടുകയും ദമ്പതികൾക്കിടയിൽ ഐക്യം അനുഭവപ്പെടുകയും ചെയ്യും. ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുമെങ്കിലും പിന്നീട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം. സംഭവബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. തൊഴിലിടങ്ങളിൽ സാമ്പത്തിക ക്ലേശങ്ങൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ചെലവുകൾ നിയന്ത്രിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പുതിയ വീട് പണിയാനോ താമസിക്കുന്ന വീട് പുതുക്കി പണിയാനോ അനുകൂലമായ അവസരം ലഭിക്കും. വാഹനഭാഗ്യവും വാഹനം മൂലം ഗുണാനുഭവങ്ങളും ഉണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ യോഗമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ശുഭദിനമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും. സന്താന ഭാഗ്യം കുടുംബസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ഈശ്വര വിശ്വാസം വർദ്ധിക്കുകയും സൽസുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും സഹായത്താൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കുകയും ചെയ്യും. ആരോഗ്യനില മെച്ചപ്പെടും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വർദ്ധിക്കാൻ ഇടയുണ്ട്. ഇത് കോടതി നടപടികളിലേക്ക് നീങ്ങാനും പ്രതികൂലമായ വിധി ഉണ്ടാകാനും സാധ്യത കാണുന്നതിനാൽ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.